എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്തേക്കായി നമ്മൾ ഒരുങ്ങേണ്ടത് 5 കാര്യങ്ങൾ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്, പെന്തക്കോസ്തേക്കായി നമ്മൾ ഒരുങ്ങേണ്ടത് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. കർത്താവിന്റെ സ്വരത്തോട് അനുസരണമുള്ളവരാണ്. ശിഷ്യന്മാരെന്താ ചെയ്തത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. 1:4 കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. കർത്താവ് കൽപ്പിച്ചു എന്നാ പറയുന്നത്. കർത്താവ് കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. കർത്താവ് കൽപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മ അനുഭവത്തിനായി ഇതുപോലെ നമ്മോടും ചിലതെല്ലാം കർത്താവ് പറയുന്നുണ്ട്, നമ്മോട് സംസാരിക്കുന്നുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആത്മാവിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആത്മാവിന്റെ ആലോചനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. നിങ്ങൾ കാത്തിരുന്ന് ആത്മാവിനെ പ്രാപിക്കുക. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, ആത്മാവിനെ പ്രാപിക്കുക. ജെറുസലേം വിട്ടു പോകരുത്. ഇത് കർത്താവിന്റെ കർശനമായ കൽപ്പനയായിരുന്നു. പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി, ആത്മാവിന്റെ ആഗമനത്തിനായി ശിഷ്യന്മാർ എന്താ ചെയ്തത്? കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. അതിനുശേഷം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 12-13 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം വചനം വായിച്ച അപ്പോസ്തല പ്രവർത്തനം 1:12-13. അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാ ദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന, അത് മാർക്കോസിന്റെ മാളിക മുറിയാണ്, അതാണ് സഗിയോൻ ഊട്ടുശാല എന്ന് പറയുന്നത്. ആ വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. വീടിന്റെ മുകളിലത്തുള്ള നിലയിൽ ആ മുറിയിൽ അവർ ചെല്ലുകയാണ്. മാളിക മുറിയിൽ അവരെത്തി. സഹോദരങ്ങളെ, 12-ാം വചനത്തിൽ പറയുന്നുണ്ട്, അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ജെറുസലേം വിട്ടു പോകരുത്. ലൂക്കായുടെ സുവിശേഷം 24:49 കർത്താവ് പറഞ്ഞു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ, നിങ്ങൾ പട്ടണത്തിൽ തന്നെ വസിക്കുവിൻ. ഏതാണ് ഈ പട്ടണം? ജെറുസലേം പട്ടണമാണ്. ഈ സിറ്റി ഏതാണ്? ജെറുസലേമാണ്. കർത്താവിന്റെ വചനം അവർ അനുസരിക്കുകയാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ, പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി, പെന്തക്കോസ്തയുടെ ശക്തിക്ക് വേണ്ടി അവർ കർത്താവിന്റെ വചനം അനുസരിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്ന് പറഞ്ഞ വളരെ റിസ്ക് പിടിച്ചൊരു കാര്യം. ഏതാനും നാളുകൾക്ക് മുൻപാണ് കർത്താവ് അവിടെ ക്രൂശിക്കപ്പെട്ടത്. കർത്താവിന്റെ ക്രൂശീകരണം, ഉത്ഥാനം, ഇതിലൂടെ ജെറുസലേം കലുഷിതമായിരിക്കുന്ന ഒരവസ്ഥ. ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നത് സേഫായൊരു കാര്യമല്ല. ജീവനെ തന്നെ പലപ്പോഴും അപകടമുണ്ടാകാം. ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ നടന്നവരാണെന്ന് അനേകർക്കറിയാം. സഹോദരങ്ങളെ, എന്നാൽ അവർ എന്ത് ചെയ്തു? ആ റിസ്ക് അവർ ഏറ്റെടുക്കുകയാണ്. മരിക്കേണ്ടി വന്നാലും, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും തങ്ങൾ ജെറുസലേമിലേക്ക് പോയി. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന്റെ ആഗമനം, പരിശുദ്ധാത്മാവിലുള്ള ശക്തീകരണം, ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയാൻ അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിന്റെ മനസ്സറിഞ്ഞ് ഈ തലമുറയെ കർത്താവിനായി നേടുവാനുള്ള സമർപ്പണ ബോധം നമുക്കുണ്ടോ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, രാജ്യങ്ങളുടെ ഉണർവിനായി ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നവരാണ്. എന്താണ് പരിശുദ്ധാത്മാവിനെ പറയാനുള്ളത്? വില കൊടുത്ത് ത്യാഗ നഷ്ടങ്ങൾ വരും, നഷ്ടങ്ങൾ ഉണ്ടാകും, സഹനങ്ങൾ ഉണ്ടാകും, ക്ലേശങ്ങൾ ഉണ്ടാകും. കർത്താവിന്റെ വചനം അനുസരിക്കുമ്പോൾ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ, കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ,
കർത്താവിന്റെ സത്യവചനത്തിനായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ലോകം നമ്മളെ ഞെരുക്കും. അനേകർ നമ്മളെ കുറ്റപ്പെടുത്തും, കളിയാക്കും, പുച്ഛിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മനസ്സിലാക്കാതെ നമ്മളെ തെറ്റിദ്ധരിക്കും, നമുക്കെതിരെ തിരിയും, നമ്മളെ ദുഷിക്കും. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളെ ചിലരെ അവർ കൊല്ലും, അനേകരെ ചിലപ്പോൾ വധിച്ചു എന്ന് വരും. സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിന്റെ വാക്കുകളാണ്, കർത്താവിന്റെ പരിശുദ്ധമായ വചനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സത്യത്തിന്റെ വചനം, നിർമ്മലമായ വചനം, അതനുസരിക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, ആത്മാവിനെ അനുസരിക്കണം. എങ്കിലേ നിന്നിൽ അഭിഷേകം ഒഴുക്കപ്പെടുകയുള്ളൂ. അവർ ആ മുകളിൽ ആ മുറിയിൽ ചെന്നു, അവരത് അനുസരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഗലാത്യക്കാർക്കുള്ള ലേഖനം 5:16, ഗലാത്യ 5:16 എന്താ പറയുന്നത്? നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്വരമനുസരിക്കുക. പരിശുദ്ധാത്മാവിന്റെ സ്വരമനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുവിൻ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സ്വരം അനുസരിക്കും. ചില കാര്യങ്ങൾ കാണരുതെന്ന് പറയും, കാണരുത്. ചിലത് പറയരുതെന്ന് പറയും, പറയരുത്. എന്തിനാ? ഈ അഭിഷേകം നമ്മളിൽ നിറയാൻ. നമ്മൾ പുതിയ ധാന്യബലിയായി കർത്താവിനെ പുതിയ ജീവിതങ്ങളാകണം. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലേക്കാണ് പകരപ്പെടുന്നത്. പുതിയ തോൽക്കുടങ്ങളായി മാറണം. എന്തിനു വേണ്ടി? പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിന് അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിനാലുള്ള ശക്തീകരണത്തിന് വേണ്ടി, ആത്മനടത്തിപ്പിന് വേണ്ടി, പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് വേണ്ടി, ആത്മാവിന്റെ കൃപാവരങ്ങൾക്കായി, പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷനായി. സഹോദരങ്ങളെ, പുതിയ ധാന്യബലികളായി, ധാന്യങ്ങളായി നമ്മെ തന്നെ ഒരു പുതിയ തോൽക്കുടങ്ങളായി നമ്മൾ മാറണം. അവിടെയാണ്, ആ തോൽക്കുടങ്ങളിലേക്കാണ് പുതിയ വീഞ്ഞ്, പുതിയ പെന്തക്കോസ്ത ഉണ്ടാവുന്നത്, പുതിയ അഭിഷേകം ഒഴുക്കപ്പെടുന്നത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം, അനുസരിക്കണം. നമ്മൾ വില കൊടുത്ത് അനുസരിക്കണം. കർത്താവിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാ ശക്തിയോടെ പരിശുദ്ധാത്മ പ്രവർത്തിച്ചത്? കർത്താവിനെ മുഴുവൻ നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. കർത്താവിന്റെ ജീവിതം മുഴുവൻ ആത്മാവിലുള്ള ജീവിതമായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു അനോയിന്റിങ് ഈശോയുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടത്? അതിന്റെ സീക്രട്ട് എന്തായിരുന്നു? അതിന്റെ രഹസ്യം എന്തായിരുന്നു? അത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കിത് തന്നെ കാണാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വചനത്തിൽ ആ സീക്രട്ട് പരിശുദ്ധാത്മ പറഞ്ഞു തരുന്നുണ്ട്. കർത്താവ് പറയാണ്, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് പിതാവിനെ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവിന്റെ മേൽ അഭിഷേകം നിറഞ്ഞു നിന്നത്? തന്റെ പരസ്യ ശുശ്രൂഷയിലൂടെ, തന്റെ രഹസ്യ ജീവിതത്തിലൊക്കെ ഈ ആത്മാവിന്റെ ശക്തമായ വ്യാപനവും പ്രവർത്തനവും ഈശോയിൽ എന്തുകൊണ്ടാണ് വെളിപ്പെട്ടത്? ഈ വചനം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ പിതാവിനെ അനുസരിക്കുന്നു, എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ എപ്പോഴും ജീവിക്കുന്നു. ഈശോ പറയാണ്, ഇതാണ് എൻ്റെ അഭിഷേകത്തിൻ്റെ രഹസ്യം. ഞാൻ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടതിൻ്റെ, പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കപ്പെട്ടതിൻ്റെ, പരിശുദ്ധാത്മാവിൽ ജീവിച്ചതിന്റെ രഹസ്യം എന്താണ്? ഞാൻ എപ്പോഴും എൻ്റെ പിതാവിനെ അനുസരിക്കുന്നു. ആരെല്ലാം ഇതുപോലെ അനുസരിക്കുന്നുവോ അവരിൽ പെന്തക്കോസ്തയുടെ ശക്തി വെളിപ്പെടും. അവിടെ അധരങ്ങളിലൂടെ ശക്തി വെളിപ്പെടും. അവിടെ സാന്നിധ്യം ശക്തിയായി മാറും, കൃപയായി മാറും. അവിടെ സ്പർശനം അഭിഷേകമുള്ളതായി മാറും. അവരുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ വെളിപ്പെടലുകൾ ഉണ്ടാകും. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ രാമേൻ പറഞ്ഞേ. ഇരു കരങ്ങളത്തിൽ 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, സ്നേഹത്തോടെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഒരു ഖറബബബബബബ. അതുകൊണ്ടാണ് സത്യത്തിന്റെ വചനം പറയുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 22:18 അവിടെ അബ്രഹാമിനെ നോക്കി പറയുന്നൊരു വചനാണ്. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കും. എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് ദൈവാനുഗ്രഹം ഒഴുകപ്പെടുകയാണ്. അനുസരിക്കുന്ന ജീവിതങ്ങളിലാണ് അഭിഷേകം ഇറങ്ങി വരുന്നത്.
എന്നോട് സ്നേഹത്തോടെ പറയണം, അഭിഷേകം പ്രാപിക്കാൻ ഒത്തിരി സമയമൊന്നും വേണം. കണ്ണുനീരോടെ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി യേശുവേ എന്ന് വിളിച്ചാൽ നമ്മുടെ മേൽ ആത്മാവ് വരും. എന്നാൽ ആത്മാവ് നിലനിൽക്കണമെങ്കിൽ, ആത്മാവിൽ നിരന്തരം വളരണമെങ്കിൽ അതിനെ നന്നായി വില കൊടുക്കണം, ഒബീഡിയന്റ് ആകണം. എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ അനുസരിക്കുന്ന ഒരു ആത്മാവിലാണ് അഭിഷേകം നിലനിൽക്കുന്നത്. അപ്രകാരമുള്ള ആത്മാവിൽ മാത്രമാണ് അഭിഷേകം വളർന്ന് 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 അതിങ്ങനെ പെരുകി പെരുകി വർദ്ധിച്ചു വരുന്നത്. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട്, നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട്. എക്സ് 5:32, അപ്പോസ്തല പ്രവർത്തനം 5:32. ആർക്കാണ് പെന്തക്കോസ്ത് അനുഭവം? ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിനെ സാക്ഷിയാണ്. തന്നെ അനുസരിക്കുന്നവർക്കാണ് ദൈവം ആരെ കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവ്. വെറുതെ ചുമ്മാ ഇരിക്കുന്നവർക്കല്ല, തോന്നിയതുപോലെ ജീവിക്കുന്നവർക്കല്ല. എൻ്റെ താല്പര്യവും എൻ്റെ ഇഷ്ടങ്ങളും അനുസരിച്ച് ഞാൻ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ അഭിഷേകം പ്രാപിക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ്, തന്നെ അനുസരിക്കുന്നവർക്കാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ തരുന്നത്. അവർക്കാണ് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാവുന്നത്. ഈ അടുത്ത് ഒരുക്കണം, നമ്മൾ അനുതപിക്കണം, റിപ്പന്റ് ചെയ്യണം. അനുസരണക്കേടുകളെ ഓർത്ത്, മറുതലിപ്പുകളെ ഓർത്ത്, അവിശ്വസ്തതകളെ ഓർത്ത്, കർത്താവിനെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തിയ എല്ലാ സാഹചര്യങ്ങളെ ഓർത്ത് അഴമേറി അനുദപിച്ച് അനുസരിക്കുവാനും വിശ്വസിക്കുവാനും സമർപ്പിക്കുവാനും തീരുമാനമെടുത്ത് അതിനുവേണ്ടി സ്റ്റെപ്പ് ചെയ്ത് അതിനുവേണ്ടി മുൻകൈയെടുത്ത് മുന്നോട്ട് വന്ന് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുമ്പോൾ അപ്രകാരമുള്ള ജീവിതങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തി ഇറങ്ങും.